സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ ഹൈപ്പ്, ലൈക്ക്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഇത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിലുള്ള ശാന്തി അമ്മ എന്ന് പറയുന്ന അമ്മയ്ക്ക് ആകെയുള്ളത് ഒരേ ഒരു മകനാണ്. അവൻ്റെ പേര് രമേഷ് എന്നാണ്. രമേഷിന് 10 വയസ്സുള്ളപ്പോഴാണ് അവൻ്റെ അച്ഛൻ മരിക്കുന്നത്. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ശാന്തി അമ്മ പല വീടുകളിലും അതുപോലെ തന്നെ കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് മകനെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ മകന് ഭയങ്കര സ്നേഹമായി അമ്മയോട്. അമ്മയെ കഴിഞ്ഞ് മാത്രമേ ആ മകന് വേറെ ആരുമുള്ളൂ. അതിനി എത്ര വലുതായാലും കുഴപ്പമില്ല, ഇനിയിപ്പോഴും ഞാൻ കല്യാണം കഴിച്ചാലും എൻ്റെ മക്കളായി കഴിഞ്ഞാലും അതിലൊരു മാറ്റവുമില്ല എന്ന് മകൻ പലപ്പോഴും പറയും. അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് മകന് 20-21 വയസ്സായി. അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയിൽ മകന് ജോലിയും കിട്ടി. ജോലി കിട്ടി ആദ്യത്തെ ശമ്പളം വാങ്ങിച്ച് അമ്മയുടെ കയ്യിൽ കൊണ്ടുകൊടുത്ത മകൻ പറഞ്ഞു, ഇനി അമ്മ ജോലിക്ക് പോകേണ്ട. അതോടുകൂടിയിട്ട് ശാന്തി എന്ന് പറയുന്ന ആ ഒരു അമ്മയ്ക്ക് വളരെയധികം സന്തോഷമായി. താൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയില്ല. ഏതായാലും അമ്മ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊക്കെ പോകും, അടുത്തുള്ള പണിക്കൊക്കെ പോകും. അമ്മ പറയും, മോനെ അതൊന്നും കുഴപ്പമില്ലടാ, അതൊന്നും പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ കഴിയുന്ന പണിയൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു 23 വയസ്സായപ്പോഴും ഇനി ഒരു കൂട്ട് വേണം, ഒരു കല്യാണം കഴിക്കണം എന്ന് അമ്മ പറഞ്ഞപ്പോഴും മകൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാൻ തുടങ്ങി. പക്ഷെ ഇവിടുന്ന് പെണ്ണ് ശരിയാകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനില്ല, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബപരമായിട്ട് പാരമ്പര്യമില്ല, പിന്നെ എന്ന് പറഞ്ഞാൽ ജാതിയുടെ പ്രശ്നം, അമ്മ ജോലിക്ക് പോകുന്നതിൻ്റെ പ്രശ്നം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലതരത്തിലെന്ന് പറഞ്ഞാൽ പല കല്യാണ ആലോചനകളും മുടങ്ങിപ്പോവുകയാണ്. ഇത് കാണുമ്പോൾ രമേഷിന് വളരെയധികം സങ്കടമായി. കാരണം എന്താണെന്ന് വെച്ചാൽ താൻ ഇത്രയും അതായത് ഒരു അലമ്പ് പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ രമേഷ് എന്ന് പറയുന്നത്. അമ്മയ്ക്കും വലിയ പ്രശ്നമായിരുന്നു, അമ്മയ്ക്കും വലിയ സങ്കടമായി. തൻ്റെ മകനൊരു പെണ്ണ് നോക്കിയിട്ട് കിട്ടുന്നില്ലല്ലോ, അതുമാത്രമല്ല സ്വന്തം വീടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെ അമ്മയും മകനും കൂടി അധ്വാനിച്ച് ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു ചെറിയൊരു വീട് വാങ്ങിക്കുകയാണ്. വീട് വാങ്ങിച്ചതിന് ശേഷം പല ബ്രോക്കർമാരോടും പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ആന്ധ്രയിലുള്ള ഒരു പെൺകുട്ടിയുണ്ട് എന്ന് പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൃഷ്ണഗിരിയുടെ കുറച്ച് പോയി കഴിഞ്ഞാൽ ആന്ധ്ര, തമിഴ്നാട്, കർണാടക ബോർഡറാണ്. അവിടെയുള്ളവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഭാഷകളും അറിയാം. അവരൊക്കെ എന്ന് പറഞ്ഞാൽ പരസ്പരം ബന്ധുക്കളാണ്, കല്യാണമൊക്കെ കഴിക്കാറുണ്ട്. അങ്ങനെയാണ് ആന്ധ്രയിൽ പോയി കഴിഞ്ഞാൽ ആന്ധ്രയിൽ ഒരു പെൺകുട്ടിയുണ്ട്, ഹാസിന എന്നാണ് പേര് എന്ന് പറയുകയും അങ്ങനെ ബ്രോക്കറുടെ കൂടെ ഹാസിന എന്ന് പറയുന്ന സുന്ദരിയായ പെൺകുട്ടിയെ കാണാൻ രമേഷും വീട്ടുകാരെല്ലാവരും കൂടി കടപ്പയിലേക്ക് പോവുകയാണ്. കടപ്പയിലേക്ക് പോകുന്നു. അവർക്കൊക്കെ വലിയ സന്തോഷമായി. അതായത് അവർക്കും വാടക വീട് തന്നെയാണ്, സ്വന്തമായിട്ട് വീടോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലേതാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ വലിയ സന്തോഷമായി. അങ്ങനെ ആർഭാടപൂർവ്വം ഇവരുടെ കല്യാണം നടക്കുകയാണ്. കല്യാണം കഴിയുമ്പോൾ പെൺകുട്ടിയുടെ പ്രായം 18 വയസ്സാണ്. അതുപോലെ തന്നെ ഈ രമേഷിൻ്റെ പ്രായം 24 വയസ്സാണ്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷകരമായി ഇവർ ജീവിക്കുന്ന ആ ഒരു സമയത്ത് ഇവർക്ക് മാലാഖ കുട്ടിയെ പോലെയുള്ള ഒരു പെൺകുഞ്ഞും പിറക്കുകയാണ്. സന്തോഷം ഇരട്ടിയായി. 2 കുടുംബങ്ങളിലും വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സദാസമയവും കൊച്ചുമകളുടെ കൂടെ തന്നെയാണ് രമേഷിൻ്റെ അമ്മ. രമേഷിൻ്റെ അമ്മ ഇനി എവിടെയും പോകുന്നില്ല, പണിക്കൊന്നും പോകുന്നില്ല, കൊച്ചുമകളെ നോക്കണം. അതുമാത്രമല്ല അപ്പോഴൊക്കെ ഹാസിന പറയും, അതായത് അമ്മയൊന്ന് കുഞ്ഞിനെ നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട് പുറത്ത് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പോകും. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രമേഷിൻ്റെ അമ്മയ്ക്ക് വലിയ സന്തോഷം തന്നെയാണ്. അതായത് ഹാസിന എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ വലിയ ഭക്തയാണ്, അമ്മയും നല്ല ഭക്തയാണ്. പക്ഷേ രമേഷിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഭക്തിയും കാര്യങ്ങളൊന്നുമില്ല, അയാൾക്ക് ഭക്തിയൊക്കെ കുറവാണ്. പക്ഷേ അമ്മയെയും ഭാര്യയും കൊണ്ടൊക്കെ ഇയാൾ അമ്പലത്തിലും അവിടെയൊക്കെ പോകാറുണ്ട്. അതുപോലെ തന്നെ ആന്ധ്രയിലെ മല്ലപ്പക്കം എന്ന് പറയുന്ന സ്ഥലത്ത്, ചിറ്റൂർ ജില്ലയിലാണ്, അവിടെ ശ്രീ മല്ലേശ്വര എന്ന് പറയുന്ന ഒരു സ്വാമിയുടെ അമ്പലമുണ്ട്. അവിടെ അമാവാസി നാളിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ ആഗ്രഹവും സാധിക്കും എന്നാണ് ഭാര്യ പറയുന്നത്. ഏതായാലും ഒരു ദിവസം പോകണം, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വരുന്ന അമാവാസിക്ക് തന്നെ പോയി കളയാം എന്ന് രമേഷ് പറയുകയും ചെയ്തു. അങ്ങനെ അമ്മ പോകുമ്പോൾ തന്നെ പറഞ്ഞു, മോനെ അവിടെ ഭയങ്കര തണുപ്പുള്ള പ്രദേശമാണ്, ഈ കുഞ്ഞിനെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന് ചോദിച്ചപ്പോഴേ മരുമകളാണ് പറഞ്ഞത്, അതൊന്നും പ്രശ്നമില്ലമ്മേ, ഞങ്ങളെല്ലാം എടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അവരവിടെ നിന്ന് യാത്ര ചെയ്യുകയും ചെയ്തു. 2026 ജൂലൈ 16-ാം തീയതി രാവിലെ 10 മണിയോടുകൂടി കൃഷ്ണഗിരിയിലെ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുകയാണ്. പതർച്ചയോട് കൂടിയിട്ട് അലറിക്കരഞ്ഞുകൊണ്ട് ഒരമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരികയാണ്. യമാനെ, എന്നെ ഒന്ന് രക്ഷിക്കണം, എനിക്ക് ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, എൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിൽ വരാൻ പോലും ആരുമില്ല. അവിടെയുള്ള ഇൻസ്പെക്ടർ പറഞ്ഞു, നിങ്ങൾ കരയാതെ കാര്യം പറയൂ, കരഞ്ഞുകൊണ്ടിരുന്നാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എന്താണ് സംഭവം എന്ന് പറയൂ. അപ്പോഴാണ് പറയുന്നത്, ഇന്നലെ രാവിലെ അമ്പലത്തിലേക്ക് പോയ മകനും മരുമകളും
1 വയസ്സുള്ള കുഞ്ഞും തിരിച്ചു വന്നിട്ടില്ല എന്നാണ് ഈ സ്ത്രീ കൊടുത്തിരിക്കുന്ന കംപ്ലൈൻറ്റ്. നിങ്ങൾ എന്താണ് പറയുന്നത്? അതായത് വേറെ എവിടെയെങ്കിലും പോയത്, ഏതെങ്കിലും സ്ഥലത്ത് പോയതാണെങ്കിൽ തിരിച്ചു വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു രസമുണ്ട്. പക്ഷെ ഇതെന്താണ്, അമ്പലത്തിലേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ അന്വേഷിച്ചാൽ പോരെ? അപ്പോഴാണ് ഈ അമ്മ പറയുന്നത്, അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയല്ല സാർ, ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള മല്ലപ്പക്കത്തിനടുത്തുള്ള മല്ലേശ്വര സ്വാമിയുടെ അടുത്താണ് പോയിരിക്കുന്നത്. അവിടെ നിന്നും എവിടെയാ പോയത് എന്താണെന്നും അറിയില്ല, അവരുടെ മൊബൈലെല്ലാം സ്വിച്ച് ഓഫ് ആണ് എന്നാണ് ഈ അമ്മ പറയുന്നത്. അതായത് ബന്ധുക്കളെയൊക്കെ വിളിച്ചു നോക്കിയിട്ട് ആർക്കും ഒരു വിവരവുമില്ല. അതുമാത്രവുമല്ല, ഇവരുടെ ബന്ധുക്കളാണെങ്കിൽ അങ്ങോട്ട് അന്വേഷിച്ചു പോകാൻ അത്ര ഒരു സാമ്പത്തികമില്ല. ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളിൽ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞ് അന്വേഷിച്ചു പോയിട്ടുണ്ട്, അവർക്കും കൃത്യമായിട്ടുള്ള വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്തതാണ്. ഏതായാലും പോലീസ് കംപ്ലൈൻ്റ് ഒക്കെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നേരെ ചിറ്റൂർ പോലീസിനെ വിവരം അറിയിക്കുകയാണ്. അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം ചിറ്റൂർ പോലീസിനോട് പറഞ്ഞു, ഇതുപോലെ ഒരു ഫാമിലിയെ മിസ്സായിട്ടുണ്ട്. ഈ ഒരു സമയത്ത്, അതായത് ഒരു ഫാമിലിയെ കാണാതായിരിക്കുന്നു, അമ്മയും കുഞ്ഞും ഭർത്താവിനെയുമാണ് കാണാതായിരിക്കുന്നത്, അവർ മല്ലേശ്വര സ്വാമിയുടെ അടുത്തേക്കാണ് വന്നത് എന്ന് പറഞ്ഞ് ആ ഒരു മെസ്സേജ് കൊടുക്കുമ്പോഴേ ചിറ്റൂർ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും അവരെല്ലാവരും കൂടിയിട്ട് ഈ മല്ലേശ്വര സ്വാമിയുടെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഹെയർപിൻ വളവുകളുണ്ട്. അങ്ങനെ ഒരു വലിയ മലയുടെ മുകളിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ആ ഹെയർപിൻ വളവുകളുടെ അടുത്തുള്ള ഒരു കൊക്കയിലേക്ക് ഒരു മൃതദേഹം കണ്ടിട്ട് അവരൊക്കെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു മെസ്സേജ് വരുന്നത്. ആ മെസ്സേജ് നേരെ പാസ് ചെയ്യുകയും ചെയ്തു, ഇതുപോലെ മല്ലേശ്വര സ്വാമിയുടെ അടുത്തേക്ക് പോയ ഒരു ഫാമിലിയെ കാണാനില്ല. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ഇനി ആ ഫാമിലിയിൽപ്പെട്ട ആരെങ്കിലും ആണോ, നിങ്ങൾ ഏതായാലും ഒരു കാര്യം ചെയ്യും, ഒരു ഫോട്ടോയൊക്കെ കൊണ്ടുവരൂ എന്ന് പറയുകയും പിന്നീട് ആ മൃതദേഹം കൊക്കയിൽ നിന്ന് ഫയർഫോഴ്സും അതുപോലെ നാട്ടുകാരും പോലീസും എല്ലാവരും കൂടി ചേർന്ന് കരക്കെടുക്കുകയാണ്. കരക്കെടുത്തതിന് ശേഷം അവിടെ കടന്നതിന് ശേഷം ആ ഫോട്ടോയിൽ നോക്കിയപ്പോഴേ ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ചാൽ അത് ആ രമേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെതാണ്. ഏതായാലും പോലീസ് പറഞ്ഞു, അമ്മയെയും കുഞ്ഞിനെയും കാണാനില്ല, രമേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മൃതദേഹം ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ പറയുന്ന അമ്മയും കുഞ്ഞൊന്നുമില്ല, അങ്ങനെ അമ്മയും കുഞ്ഞും എവിടെയെങ്കിലും വീണിട്ടുണ്ടോ എന്നുള്ള സംശയത്താൽ ഇവർ അവിടെയൊക്കെ നോക്കിയെങ്കിലും എവിടെയും കാണാനില്ലായിരുന്നു. അതുമാത്രവുമല്ല, ഇവരൊരു ബൈക്കിലാണ് വന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ബൈക്കോ കാര്യങ്ങളോ ഒന്നും ആ ഒരു പ്രദേശത്തേ ഇല്ല. ഇതൊരു ബൈക്ക് ആക്സിഡൻ്റ് ആണോ, അല്ലെങ്കിൽ ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ, ഇനി ആരെങ്കിലും ആ അമ്മയും കുഞ്ഞിനെയും തട്ടിക്കൊണ്ടുപോയതാണോ എന്നുള്ള തരത്തിലൊക്കെ പോലീസിന് പിന്നീട് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പ്രകാരം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിറ്റൂർ പോലീസ് ഏതായാലും താഴെ തന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ മല കയറിയിട്ട് എത്രയാൾ വരുന്നുണ്ട്, എത്രയാൾ പോകുന്നുണ്ട് എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ എൻട്രി ചെയ്താൽ മാത്രമേ ഈ മല കയറാൻ വിടത്തുള്ളൂ. അതുമാത്രവുമല്ല, തിരിച്ചു പോകുമ്പോഴും എൻട്രി ചെയ്യണം. പക്ഷേ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്ക് സ്പീഡിൽ കൊണ്ടുപോവുക, യാതൊന്നും അവരൊന്നും എൻട്രി ചെയ്യാറില്ല. അങ്ങനെ അവിടെ പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് 15-ാം തീയതി വൈകുന്നേരത്തോട് കൂടിയിട്ട് ഈ ഒരു കുടുംബം ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ രമേഷും അതുപോലെ ഭാര്യയും കുഞ്ഞും കൂടിയിട്ട് അവിടെ വന്ന് സൈൻ ചെയ്യുന്നുണ്ട്. CCTV-യിൽ കാണുന്നുണ്ട്, അവർ മുകളിലേക്ക് പോകുന്നതും കാണുന്നുണ്ട്. അതുമാത്രവുമല്ല, അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴേ രാത്രി 2 മണിയോട് കൂടിയിട്ട് അവർ തിരിച്ചു പോകുന്നതും കാണുന്നുണ്ട്. അതായത് ഈ ഫാമിലി അവിടെ മിസ്സിംഗ് ആയിട്ടേ ഇല്ല. ഈ ഫാമിലി ഏത് ബൈക്കിലാണോ പോയത് അതുപോലെ തന്നെ തിരിച്ചു ബൈക്കിൽ പോകുന്നുമുണ്ട്. അതപ്പോഴും പോലീസിനൊരു സംശയമായി. അതായത് ഇതെങ്ങനെ സംഭവിച്ചു? ഒരാൾ അവിടെ മരിച്ചു കിടക്കുന്നു, അമ്മയും കുഞ്ഞും ഭർത്താവും വേറൊരു വണ്ടിയിൽ കയറി പോകുന്നു. ഏതായാലും പോലീസ് കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തി. അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, അതായത് 2-3 CCTV ക്യാമറ കൂടി ചെക്ക് ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് അങ്ങോട്ട് പോയ ആളല്ല വണ്ടി ഓടിച്ചിരിക്കുന്നത് വേറെ ആളാണ്. പക്ഷേ ഒരേ കോട്ടാണ് ഇട്ടിരിക്കുന്നത്. അങ്ങോട്ട് പോകുമ്പോഴേ എങ്ങനെയാണോ രമേഷ് കോട്ടിട്ടത് അതുപോലെ തന്നെ അതേ കോട്ട് തന്നെയാണ് ഇങ്ങോട്ട് വരുമ്പോഴും മറ്റേയാൾ ഇട്ടിരിക്കുന്നത്. ഹെൽമെറ്റ് വെച്ചിരുന്നു, അതുകൊണ്ട് തന്നെ മുഖം തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷേ 2-3 ക്യാമറ ചെക്ക് ചെയ്തപ്പോഴേ അവരൊരു കടയിൽ ഇറങ്ങി നിൽക്കുമ്പോഴേ ഹൈറ്റ് നോക്കിയാണ് ഇവർ മനസ്സിലാക്കിയത്. അതായത് അതൊരു പയ്യനാണ്, ഒരു 10-20 വയസ്സുള്ള പയ്യനാണ്, അവൻ അത്രേ ഹൈറ്റും ഉണ്ടായിരുന്നുള്ളൂ എന്ന ഒരു സത്യം പോലീസ് മനസ്സിലാക്കുന്നു. പിന്നീട് എല്ലാ പോലീസ് സ്റ്റേഷനും വിവരം കൊടുക്കുകയാണ്. അതായത് ഈ നമ്പറിലുള്ള വണ്ടി, പിന്നീട് രമേശിന്റെ ഫോൺ നമ്പറും അതുപോലെ മരുമകളായ ഹാസിനിയുടെ ഫോൺ നമ്പറും ഇതെല്ലാം പരിശോധിക്കുന്നു. അത് ഏത് ലൊക്കേഷനിലാണ് നോക്കുന്നു. അപ്പോൾ
അപ്പോഴാണ് മനസ്സിലായത് എല്ലാം സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നത് ആ ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണ്. എവിടെയാണ് അവർ എന്നൊന്നും അറിയില്ല. അങ്ങനെ ഇരിക്കെ 2026 ജൂലൈ 16 വൈകുന്നേരം 5 മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സ്ത്രീ വരികയാണ്. ഒരു കുഞ്ഞും കയ്യിലുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ ആ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരും അവിടെയുണ്ട്. അവർ പെട്ടെന്ന് തന്നെ ആ ഫോട്ടോയിൽ നോക്കുന്നു. ഫോട്ടോയിൽ നോക്കിയപ്പോഴും ഞെട്ടിപ്പോയി. അതായത് തങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആസിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണത്. ഏതായാലും ആ പെൺകുട്ടിയോട് അവിടെ ഇരിക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ഇരുന്നതിന് ശേഷം എന്താണ് സംഭവിച്ചത്? അപ്പോഴാണ് അവൾ പറയുന്നത്, സാറേ ഞങ്ങൾ ഇതുപോലെ അവിടെ നിന്നും വരികയായിരുന്നു. അങ്ങനെ വരുമ്പോൾ ആ ഒരു ഹെയർപിൻ വളവിൽ വെച്ചിട്ട് ഞങ്ങളെ 2-3 ആൾക്കാർ ചേർന്ന് ആക്രമിക്കുന്നു. ആക്രമിച്ചതിന് ശേഷം തൻ്റെ ഭർത്താവിൻ്റെ കയ്യിലുള്ള ആ ചെയിന്, ഏകദേശം 6 പവൻ്റെ ചെയിനാണ്, ആ ചെയിന് പൊട്ടിച്ചുകൊണ്ട് അവർ പോവുകയും ചെയ്തു. പോകുന്നതിന് മുമ്പേ എന്നെയും ബൈക്കിൽ കയറ്റിയിട്ടാണ് കൊണ്ടുപോയത് സാറേ, എന്നെ വേറൊരു വഴിക്ക് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ് ഈ സ്ത്രീ ഇങ്ങനെ കരയുകയാണ്. ഏതായാലും അവർക്ക് പറയാനുള്ള നാടകങ്ങളൊക്കെ നടക്കട്ടെ. അതിനുശേഷം നമുക്കൊരു കാര്യം ചെയ്യാം, സത്യം പോലെ പറയാം എന്ന് കരുതി പോലീസുകാർ ചോദിച്ചു ഏതാണ് ആള്, എത്രയാളുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തൊരു നിലവിളി. ആ നോക്കിയപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രമേഷ് എന്ന് പറയുന്നവൻ്റെ അമ്മയും അതുപോലെ തന്നെ ബന്ധുക്കളും എല്ലാവരും വന്നിരിക്കുകയാണ്. അവരെയും കൂട്ടിയിട്ട് നേരെ പോലീസുകാർ നേരെ മോർച്ചറിയിലേക്ക് പോകുന്നു. അതിനുശേഷമാണ് മരുമകളും കുട്ടിയും ഇവിടെ ഉണ്ടെന്ന് അവരെ അറിയിച്ചത്. അങ്ങനെ ആ അമ്മ പറഞ്ഞു എനിക്ക് എൻ്റെ മരുമകളെ കാണണം എന്ന് പറഞ്ഞ് അവിടെയുള്ള പോലീസുകാർ വരെ ഞെട്ടിപ്പോയി. കാരണം എന്താ അറിയാ, ആ അമ്മയ്ക്ക് അപ്പോഴും അറിയില്ല മരുമകൾ വലിയൊരു കള്ളം ചെയ്തിരിക്കുകയാണെന്ന്. ആ അമ്മയുടെ സ്നേഹം കണ്ടപ്പോൾ അവിടെയുള്ള വനിതാ പോലീസിൻ്റെ വരെ കണ്ണ് നിറഞ്ഞു എന്നുള്ളതാണ്. അതായത് ഇത്രയും നല്ല സ്നേഹനിധിയായ അമ്മായിയമ്മ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മകളാണോ എന്ന് പോലും അവർക്ക് തോന്നിപ്പോയി. മരുമകൾ അവിടെ ഉണ്ട് എന്നറിഞ്ഞ് അവരവിടുന്ന് കൊടുങ്കാറ്റ് പോലെ ഓടിയെത്തി മരുമകളെയും അതുപോലെ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ചു. അപ്പോഴും പോലീസ് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതായത് നിങ്ങളെ ആരാണ് ആക്രമിച്ചത്, ആളെ കണ്ടാൽ തിരിച്ചറിയോ എന്നൊക്കെ പറഞ്ഞപ്പോഴേ കൃത്യമായിട്ടും താൻ പോകുന്ന റൂട്ട് കൃത്യമാണെന്ന് മനസ്സിലാക്കിയ ഹാസിന എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേ ഹാസിനയോട് ചോദിച്ചു ഇതല്ലേ ആള് എന്ന് ചോദിച്ച് CCTVയിലുള്ള വിഷ്വൽസ് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോഴേ ഹാസിനെ ഞെട്ടിപ്പോയി. ഹാസിന പിന്നീട് പറഞ്ഞത് മറ്റൊരു കഥയാണ് എൻ്റെ പൊന്നു സാറേ, എനിക്കിവിടെ ജീവിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഇത് നുണ പറഞ്ഞത്. സംഭവിച്ചത് ഇതാണ്, അതായത് ഇതുപോലെ എന്നെയും ഭർത്താവിനെയും അവിടെ നിന്നും ഒരു സംഘം വഴി തടയുന്നു. പിന്നീട് എന്നെ നിർബന്ധിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നു. വണ്ടിയിൽ കയറിയില്ലെങ്കിൽ നിന്റെ കുഞ്ഞിനെ കൂടി കൊലപ്പെടുത്തുമെന്ന് പറയുന്നു. ആ ഭീഷണിക്ക് വഴങ്ങിയിട്ട് ഞാൻ ആ വണ്ടിയിൽ കയറി പോയി എന്നുള്ളത് നേരാണ്. അതിനുശേഷം എന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി എന്നെ അവർ മാനഭംഗപ്പെടുത്തി എന്ന് ഈ സ്ത്രീ പറഞ്ഞിങ്ങനെ കരയുകയാണ്. ഇതെനിക്ക് ആരോടും പറയാൻ കഴിയില്ല. ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലെങ്കിൽ ഇതൊരു പക്ഷേ എന്ന് പറഞ്ഞാൽ എൻ്റെ മരിച്ചുപോയ ഭർത്താവിന് തന്നെ നാണക്കേടാകും. അതുകൊണ്ടാണ് ഞാൻ ഈ കഥ പറയാത്തത് എന്ന് പറഞ്ഞിട്ടും പോലീസ് വിശ്വസിക്കുന്നില്ല. അപ്പോഴേക്കും ഹാസിനിയുടെ വീട്ടുകാരും അവിടെ എത്തുന്നു. 2 വീട്ടുകാരുടെയും മുന്നിൽ വെച്ച് പോലീസ് ഹാസിനിയെ കൊണ്ട് സത്യം പറയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹാസിന പറഞ്ഞ ആ ഒരു സത്യം, അതായത് എന്താണ് അവിടെ നടന്നത്. ഇത് കേട്ടപ്പോഴേ അവിടെയുള്ള ഹാസിനിയുടെ വീട്ടുകാരുടെയും അതുപോലെ തന്നെ രമേഷിൻ്റെ ബന്ധുക്കളും അമ്മയും എല്ലാവരും ഞെട്ടിത്തരിച്ചു പോയി. ഹാസിന ഈ കള്ളങ്ങളെല്ലാം പറയുമ്പോഴേ പോലീസ് ഇവരുടെ മൊബൈൽ ഫോൺ കൃത്യമായി പരിശോധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പരിശോധിച്ചപ്പോഴും മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ സ്ഥലത്തേക്ക്, ഈ അമ്പലത്തിലേക്ക് വന്നത് തന്നെ ഒരു പ്ലാനിങ് ആയിരുന്നു. ആർക്കോ ലൈവ് ലൊക്കേഷൻ സെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. അതായത് ഇവർ പോകുന്ന റൂട്ടുകളും വരുന്ന റൂട്ടുകളും ഹാസിന കൃത്യമായിട്ടും മൊബൈലിൽ മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് നൽകിയിരുന്നു. അയാളെ കണ്ടെത്തുകയാണ്. അയാളെ കണ്ടെത്തിയപ്പോഴാണ് പോലീസിന് മനസ്സിലായത് ഹാസിന എന്ന് പറയുന്ന യുവതിയുടെ അയൽവക്കത്തുള്ള വീട്ടിലെ യുഗേന്ദർ എന്ന് പറയുന്ന 20 വയസ്സുകാരനാണ്. പോലീസ് ഏതായാലും ഹാസിനെ അറിയാതെ അവനെയും കസ്റ്റഡിയിലെടുക്കുന്നു. അവനെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം പോലീസ് എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അവൻ എല്ലാത്തിനും മറുപടി പറഞ്ഞു, അതായത് ഞാൻ തന്നെയാണ് ചെയ്തത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാസിനെയും അതുപോലെ യുഗേന്ദ്രം ഇവരെ 1ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചതാണ്. അങ്ങനെ വളർന്നു വന്നു. 2 പേരും +2 കഴിഞ്ഞു. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുഗേന്ദ്ര കോളേജിലേക്ക് പഠിക്കാൻ പോയി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞ് ഒരു 1.5-2 വർഷത്തോളം വീട്ടിലിരുന്നതിന് ശേഷം ആസിനയ്ക്ക് ഒരു നല്ലൊരു വിവാഹാലോചന വരികയാണ്. വിവാഹാലോചന വന്നു. പയ്യൻ്റെ ജോലി പറഞ്ഞു. അതുപോലെ അമ്മയ്ക്കൊരു മകനാണ്, സ്വന്തം വീടുണ്ട്. വാടക വീട് മുഴുവൻ തെന്നിപ്പോഴേ കൃത്യമായി പറഞ്ഞ ആസിനയ്ക്ക് ഇത് കണ്ടപ്പോഴേ ഭയങ്കര സന്തോഷമായി. സ്വന്തമായിട്ടൊരു വീട്ടിൽ ഒരാളാണല്ലോ. ഏതായാലും ഹാസിന ആ ഒരു കല്യാണത്തിന് സമ്മതിക്കുകയാണ്. ഇതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 2 യുഗേന്ദ്രവുമായിട്ട് ഇവർ ഭയങ്കരമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പായിരുന്നു. അത് പിന്നീട് പ്രണയത്തിലേക്ക് മാറുകയും അയാളാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ പോകുന്നതിന് മുമ്പേ ഹാസിനിയോട് പറഞ്ഞു ഞാൻ തിരിച്ചു വരും, ജോലിയൊക്കെ ആയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് താമസിക്കാം. പക്ഷേ ഹാസിനയാണെങ്കിൽ
ഞാനാണെങ്കിൽ ഇതൊക്കെ മറന്നിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവൻ എവിടെയോ പഠിക്കാൻ പോയി, അവൻ അവൻ്റെ കാര്യവും നോക്കിപ്പോയി. അതിനുശേഷം രമേഷിൻ്റെ കൂടെ വധുവായിട്ട് വരുന്നു. പിന്നീട് രമേഷുമായിട്ടുള്ള ജീവിതമാണ്. അങ്ങനെ ജീവിച്ചു കൊണ്ടിരുന്നതിനിടയിൽ അവർക്കൊരു കുഞ്ഞ് പിറക്കുന്നു. കുഞ്ഞ് പിറന്നതിൻ്റെ ആ സന്തോഷവും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹാസിനൊക്കെ ഒരു റിക്വസ്റ്റ് വരുന്നത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന്. അത് നോക്കിയപ്പോഴേ ഞെട്ടിപ്പോയി. അത് യുഗേന്ദ്രൻ്റെതായിരുന്നു. യുഗേന്ദ്ര പറയുന്നത് ഇതാണ്: എനിക്ക് ചെറിയൊരു ജോലി കിട്ടിയിട്ടുണ്ട്, ഇനി നീ എൻ്റെ കൂടെ വരണം എന്നാണ് യുഗേന്ദ്ര പറയുന്നത്. ഇത് കേട്ടപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാസിനെ ഞെട്ടിപ്പോയി. അതായത് തനിക്ക് വേണ്ടിയിട്ട് ആ ഒരു പഴയ വാക്ക്, പണ്ട് പറഞ്ഞ ഒരു വാക്ക് പാലിച്ചുകൊണ്ട് തൻ്റെ കാമുകൻ, തൻ്റെ സുഹൃത്ത് നിൽക്കുന്നു. അയ്യോ, ഞാൻ എന്ത് പാപമാണ് ചെയ്തത്, ഞാൻ അവനെ കാത്തു നിന്നിട്ടില്ലല്ലോ, കാത്തു നിൽക്കേണ്ടതായിരുന്നില്ലേ എന്നുള്ളൊരു കുറ്റബോധം ഹാസിനിയെ വേട്ടയാടാൻ തുടങ്ങി. ഹാസിനെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിലൊക്കെ പോകാൻ തുടങ്ങി. വെളിയിൽ പോകുമ്പോഴേ അമ്മയോട് പറയും, കുഞ്ഞിനെ നോക്കിക്കോണേ അമ്മേ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അമ്മയ്ക്കും സംശയമോ കാര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെളിയിൽ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത ടൗണിലേക്ക് പോകുന്നു. അവിടെ ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നു. 2-3 മണിക്കൂർ അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വഴിവിട്ട ബന്ധം തുടങ്ങുകയാണ്. ഭർത്താവോ ആരും ഇതറിഞ്ഞില്ല. അങ്ങനെ ഏകദേശം ഒരു 5-6 മാസത്തോളമായിട്ട് ഇത് തന്നെയാണ് ഇവർ രണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് പോലും അറിയില്ല. അങ്ങനെ ഇരിക്കെയാണ് ഹാസിനിയോട് യുഗേന്ദ്ര പറയുന്നത്, ഇതിങ്ങനെ എത്ര നാൾ തുടരാനാകും, ഒരു കാര്യം ചെയ്യാം, നീ എങ്ങനെയെങ്കിലും നിന്റെ ഭർത്താവിനെ പുറത്തേക്ക് കൊണ്ടുവരണം. അയാളെ നമുക്ക് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നീയും കുഞ്ഞും വീട്ടിൽ വരും. വീട്ടിൽ വന്നാൽ ഞാൻ കല്യാണം കഴിക്കും നിങ്ങളെ. അത് കേട്ടപ്പോഴേ ഹാസിന പറഞ്ഞു, ശരി നമുക്ക് അങ്ങനെ ചെയ്യാം. അത് കേട്ടപ്പോൾ തന്നെ ഹാസിനക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, രമേഷിനെ ഉപേക്ഷിച്ചതിന് ശേഷം ഞാൻ വരാം, അല്ലാതെ അയാളെ കൊലപ്പെടുത്തണ്ട, അയാൾ എവിടെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പയ്യൻ പറയുന്നത്, അത് വേണ്ട, അങ്ങനെയാകുമ്പോഴും നിനക്ക് തന്ന സ്വർണവും കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ കഴിയില്ല, അതുമാത്രമല്ല അവർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രണ്ടും കുടുങ്ങിപ്പോകും എന്നൊക്കെയാണ് ഈ പയ്യൻ പറഞ്ഞത്. ഏതായാലും ഈ പയ്യൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയതിന് ശേഷം ഹാസിന അത് സമ്മതിക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്ന് ഭർത്താവിനോട് പറയുകയാണ്, നമുക്ക് ഈ അമാവാസിക്കെങ്കിലും ആ ഒരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞപ്പോഴേ ഭർത്താവ് പറഞ്ഞു, ശരി പോകാം. അമ്മ അപ്പോഴും പറയുന്നുണ്ട്, മോനെ വേണ്ട, അവിടെ തണുപ്പൊക്കെ കൂടുതലല്ലേ ഈ ഒരു സമയത്ത് എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാൻ രമേഷ് കൂട്ടാക്കിയില്ല. രമേഷ് പറഞ്ഞു, പോട്ടമ്മേ, അവളുടെ ആഗ്രഹമല്ലേ, അതുമാത്രമല്ല നമുക്കും ഒരുപാട് ആഗ്രഹങ്ങളില്ലേ, അതൊക്കെ സാധിച്ചു കിട്ടുമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അമ്മ ഒന്നും പറഞ്ഞതുമില്ല. അങ്ങനെയാണ് 2026 ജൂലൈ 15 തീയതി രാവിലെയോട് കൂടിയിട്ട് ബൈക്കിൽ 3 പേരും യാത്രയാകുന്നത്. അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ലൈവ് ലൊക്കേഷൻ കൃത്യമായിട്ട് യുഗേന്ദ്രന് കൊടുത്തിരുന്നു. യുഗേന്ദ്ര ഇതിനിടയിൽ 10,000 രൂപ വീതം കൊടുത്ത് 2 പേരെയും ഏർപ്പാടാക്കി. അതായത് ഒരാളെ കൊലപ്പെടുത്തണം, എനിക്ക് ഒറ്റയ്ക്ക് കഴിയില്ല എന്ന് പറയുകയും അങ്ങനെ ഈ 3 പേരും കൂടിയിട്ട് ആ ഒരു സ്വാമിയുടെ ആശ്രമത്തിൻ്റെ അവിടെ കാത്തിരിക്കുകയാണ്. അവർ വരുന്നു. വന്നതിന് ശേഷം തൊഴുതു. പിന്നീട് എന്ന് പറഞ്ഞാൽ അവർ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴും കൃത്യമായിട്ട് ലൈവ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്തിരുന്നു. അങ്ങനെയാണ് 3ാമത്തെ ഹെയർ പിന്നിൻ്റെ അവിടെ ആ ഒരു ബൈക്ക് വന്ന് കാത്തു നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേ അമ്മയും കുഞ്ഞും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ രമേഷും കൂടി വരികയാണ്. വന്നപ്പോൾ തന്നെ അവിടെ തടഞ്ഞു നിർത്തുന്നു. തടഞ്ഞു നിർത്തിയതിന് ശേഷം എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ഈ കഴുത്തിലെ മാല പൊട്ടിക്കാൻ നോക്കുന്നത്. രമേഷ് പറഞ്ഞു, മാല കൊണ്ടുപോയിക്കോളൂ, ഞങ്ങളെ വെറുതെ വിടുമെന്ന് പറഞ്ഞപ്പോഴേ അത് വിടാൻ അവർ തയ്യാറായില്ല. അതായത് അവിടെ വണ്ടി നിർത്താനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രമേഷ് ഈ അർദ്ധരാത്രിക്ക് അവിടെ വണ്ടി നിർത്തില്ലായിരുന്നു. പക്ഷെ അവിടെ വണ്ടി നിർത്തിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു തൂവാല വെളിയിലേക്ക് കളയുന്നു. അതായത് മകളുടെ മുഖം തുടക്കുന്ന തൂവാല വെളിയിൽ പോയി എന്ന് രമേഷിൻ്റെ ഭാര്യ ഹാസിന പറയുന്നു. അങ്ങനെയാണ് രമേഷ് അവിടെ വണ്ടി നിർത്തുന്നത്. അപ്പോഴേക്കും ഈ അക്രമികൾ ചാടി വീഴുന്നു. അതുപോലെ തന്നെ ഹാസിന ഇത് നോക്കി നിൽക്കുന്നു. പക്ഷേ ആ പാപം രമേഷ് എന്ന് പറയുന്ന ഭർത്താവിനെ മരിക്കുന്നത് വരെ അറിയില്ല ഇതൊരു ചതിയാണെന്ന്. കാരണം എന്താ, തൻ്റെ ഭാര്യ തൂവാലയെടുക്കാൻ പോയ സമയത്താണ് രമേഷിനെ ഇവർ ആക്രമിച്ചത്. അതായത് അയാളെ പിന്നീട് എന്ന് പറഞ്ഞാൽ മൃഗീയമായിട്ട് ആക്രമിച്ചതിന് ശേഷം കൊക്കയിലേക്ക് വലിച്ചെറിയുകയും അയാളുടെ ഡ്രസ്സ്, അതായത് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇതിനു മുന്നേ തന്നെ എടുത്ത് കൈക്കലാക്കുകയും അത് ഈ യുഗേന്ദ്രൻ എടുത്ത് ധരിക്കുകയും പിന്നീട് ഇവർ ഒന്നും അറിയാത്തതുപോലെ, അതായത് അവരെങ്ങനെയാണോ തിരിച്ചു പോയത് അതുപോലെ തന്നെ അവർ ഇറങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷേ CCTV എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇതെല്ലാം കാണുന്നുണ്ടെന്നോ അല്ലെങ്കിൽ തങ്ങളുടെ ലൈവ് ലൊക്കേഷനും അതുപോലെ തന്നെ ഫോണും പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ തെളിവ് കിട്ടുമെന്നോ ഈ 2 പേർക്കും അറിയില്ലായിരുന്നു. അവർ ഒന്നും അറിയാത്തതുപോലെ നേരെ താഴേക്ക് വരുന്നു. പിന്നീട് കുറേ ദൂരം പോയതിന് ശേഷം ചായ കുടിക്കാൻ ഇറങ്ങുന്നു. അങ്ങനെ ഇറങ്ങിയതിന് ശേഷം ഇവരടുത്ത് തന്നെയുള്ളൊരു മലമുകളിലേക്ക് പോയി. ഇതിനിടയിൽ ആ 2 വാടക കൊലയാളികൾ 2 പേരും അവരെ പറഞ്ഞു വിടുകയും ചെയ്തു. പിന്നീടാണ് ഇതൊരു കേസായി എന്നൊക്കെ മനസ്സിലായപ്പോഴാണ് നീ ഒരു കാര്യം ചെയ്യും, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ പറഞ്ഞതുപോലെ പറ, അതായത് ഒരു കള്ളം വന്നു, എന്നെ കൊണ്ടുപോയതിന്
ശേഷം എന്നെ മാനവപ്പെടുത്തി അങ്ങനെയൊക്കെയുള്ള കഥകൾ പറയാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെയാണ് ധൈര്യത്തോടു കൂടിയിട്ട് ഈ ഹാസിന എന്ന് പറയുന്ന യുവതി നേരെ പോലീസിൽ വരികയും ഈ കഥകളെല്ലാം പറഞ്ഞത്. ഏതായാലും പോലീസ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസിനിയെ കൊണ്ടുപോയത് യുഗേന്ദ്രൻ എന്ന് പറയുന്ന കൂട്ടുകാരൻ്റെ അടുത്തേക്കാണ്. അതുമാത്രവുമല്ല, 2 വാടക കൊലയാളികളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ 4 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോഴും അവർ ഈ ജയിലിൽ തന്നെയാണ്. അതുമാത്രവുമല്ല, ഇപ്പോഴും ആ കുഞ്ഞ് രമേശിൻ്റെ അമ്മയുടെ അടുത്ത് തന്നെയാണ്. ഈ 4 പേരും ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്താൻ തന്നെയാണ് രമേശിൻ്റെ അമ്മയുടെ തീരുമാനം എന്നുള്ളതാണ്. അതായത് തൻ്റെ മകൻ പോയെങ്കിലും തനിക്കൊരു കുഞ്ഞിനെ തന്നിട്ടാണ് പോയത് എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അതായത് ഇതുപോലെ ആ ഒരു പയ്യനെ വെറുതെ വിട്ടുകൊണ്ട് ഇതിനൊക്കെ ഒളിച്ചോടിയാൽ പോരെ, എന്തിനാണ് ഇങ്ങനെയുള്ള നാണം കെട്ട ഗർണം കെട്ട പരിപാടികൾ നടത്തുന്നത്? ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളാണ് ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വളരെയധികം സൂക്ഷിക്കണം. എത്ര വലിയ സ്നേഹവും സമ്പന്നയും ഒക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പുറകിലോട്ട് വരുന്ന ചതി മനസ്സിലാക്കി വേണം ജീവിക്കാൻ. നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പൊന്നുമക്കളെ. നന്ദി.